إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളും താബിഈകളും തബഉ താബിഈകളും സലഫ് സ്വാലിഹികളൊക്കെ സമൂഹത്തിന് ധാർമ്മികത പകർന്നുകൊടുക്കാൻ, ദീന് പഠിപ്പിക്കുവാൻ അവർ ശ്രമിച്ച ശ്രമങ്ങൾ അത്ഭുതം. പഠിക്കാനും അത് പഠിപ്പിക്കാനും. മഹാനായ അതാ ഇബ്നു അബി റബാഹ് താബഈ പണ്ഡിതന്മാരിലെ പ്രമുഖനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം. വളരെ ചെറിയ ഹൈറ്റ് കുറഞ്ഞൊരു മനുഷ്യനാണ്. കറുത്ത ചുരുണ്ട മുടികളുള്ള, പ്രകൃതമായ ചുണ്ടുകളുള്ള അദ്ദേഹം നിൽക്കുകയും അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഇരിക്കുകയും ചെയ്താൽ പോലും ഇരിക്കുന്ന കൂട്ടുകാർക്കായിരിക്കും ഹൈറ്റ് കൂടുതലെന്ന്. അത്ര ചെറിയ മനുഷ്യനാണ്.
കൂട്ടുകാർ അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അത്താവെ, ഇതെന്തൊരു രൂപമാണ്, എന്തൊരു കോലത്, ഹൈറ്റ് ഇല്ലാതെ വളരെ ചെറിയൊരു മനുഷ്യനാണ്. നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആളുകളെ നമുക്കറിയാം, അവരുടെ കഴുത്തിന് തീരെ നീളം ഉണ്ടാവില്ല. അദ്ദേഹത്തെ കൂട്ടുകാർ കളിയാക്കുന്നതാണ്. കൂട്ടുകാർ കളിയാക്കിയപ്പോ ഉമ്മയുടെ അടുക്കൽ പോയിട്ട് അദ്ദേഹം പരാതി പറയുന്നുണ്ട്. ഉമ്മ, അത്താവിന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അത്തിഖ റിഖാബി ഫിന്നാർ, അല്ലാഹുവേ, എന്റെ പെരടിയെ നരകത്തിൽ നിന്ന് നീ കാക്കണേ. ഈ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചിരിച്ചു. ഇങ്ങോട്ട് പറയാണ്, അത്താവെ, നിനക്കതിന് പെരടി ഉണ്ടെങ്കിലല്ലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതിന് പെരടി ഇല്ലല്ലോ, കളിയാക്ക്. അദ്ദേഹം സങ്കടം സഹിക്കാൻ കഴിയാതെ ഉമ്മയുടെ അരികിലേക്ക് വന്നിട്ട് പറയാ, ഉമ്മ, കൂട്ടുകാർ ഇന്നും എന്നെ കളിയാക്കിയിട്ടുണ്ട്. മതബോധമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഉമ്മ അത്താഹിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ ഇജ്അൽ ഇബ്നി ആലിമൻ കബീറ യതഅല്ലമു ദീനക വയർഫഉ കിതാബക. അല്ലാഹുവേ, എന്റെ മകനെ ദീനു പഠിക്കുന്ന, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഉയർത്തുന്ന ഒരു വലിയ പണ്ഡിതനാക്കി എന്റെ മകനെ നീ മാറ്റണേ എന്ന് ആ ഉമ്മ അത്താഹിന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. ഇത് പ്രാർത്ഥിച്ചിട്ട് ആ ഉമ്മ മകനോട് പറയാണ്, മോനെ അത്താഹെ, അള്ളാഹു ചില ആളുകളെ കിതാബ് കൊണ്ട് ഉയർത്തും. അവർക്ക് ദുനിയാവില് ഹൈറ്റൊന്നും ഉണ്ടാവില്ല, അവർക്ക് ദുനിയാവില് വലിപ്പൊന്നും ഉണ്ടാവില്ല, ചെറുപ്പത്തില് അവർ ഹൈറ്റ് കുറഞ്ഞോലേക്കാരം. പക്ഷെ അള്ളാഹു ചില ആളുകളെ കിതാബ് കൊണ്ട് ഉയർത്തും. അതുകൊണ്ട് എന്റെ മകൻ കിതാബ് പഠിക്ക, അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നീ പഠിക്കുകയെന്ന് ആ ഉമ്മ മകനെ ഉപദേശിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, 30 വർഷക്കാലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരുന്ന് അദ്ദേഹം ദീന് പഠിച്ചു എന്നാണ്. ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി. അബൂ ഹുറൈറ കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിൻ. ആ സ്വഹാബിന്റെ മുന്നിലിരുന്ന് 30 കൊല്ലക്കാലം ദീന് പഠിച്ചു അത്താ ഇബ്നു അബീ റബാഹ്. ആ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു, എന്റെ മകൻ പഠിക്കണം, കിതാബ് കൊണ്ട് ഉയരണം. അമവി ഭരണകൂടം നിലവിൽ വന്നപ്പോ കഅബയുടെ തവാഫുമായി ബന്ധപ്പെട്ട ഒരു മസ്അലകൾ ചർച്ച ചെയ്യണം. അതിന്റെ ഉത്തരം അവിടെ കൂടിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സ്വഹാബാക്കള സദസ്സിലുണ്ട്. ആ മസ്അലയുടെ അതിന്റെ ആ കാര്യത്തിലുള്ള ചർച്ചയിൽ ആര് അതിന്റെ വിധി പറയുന്ന ചർച്ചയായി. അവിടെ കൂടിയ സ്വഹാബാക്കൾക്കും അവിടെയുള്ള പണ്ഡിതന്മാർക്കൊന്നും അതിന്റെ ഉത്തരമില്ല, അറിയണില്ല. അവിടെ പറയാണ്, അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ മദീന പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ കുഴിയിൽ താമസിക്കുന്ന ഹൈറ്റ് കുറഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് ചോദിച്ചാല് ചിലപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. ആ കാലഘട്ടത്തിലെ അവിടുത്തെ ഭരണാധികാരിയായ ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അദ്ദേഹം തന്റെ രാജഭടന്മാരോട് ആ കുടിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ പറയുകയാണ്. അത്താഹിനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അത്താ ഇബ്നു അബീ റബാഹ് വന്ന ഭടന്മാരോട് തിരിച്ചു പറയണത്, ഖലീഫയോട് പറയണം, വിജ്ഞാനം അതൊരു സ്വർണത്തിന്റെ പാത്രത്തിലാക്കി രാജകൊട്ടാരത്തിലേക്ക് എത്തൂല. അതുകൊണ്ട് ഇൽമ് വേണോ, അറിവ് വേണോ, എന്റെ മുന്നിൽ വന്ന് ഇരിക്കാൻ പറയണം. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മഹാനായ അത്താ ഇബ്നു അബീ റബാഹിന്റെ മുന്നിൽ വന്നിരുന്ന്, പ്രിയമുള്ളവരെ, ആ മസ്അല ചോദിച്ചു പഠിക്കുകയാണ്. ഈ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അദ്ദേഹം തന്റെ മക്കൾക്ക് നൽകിയ വസിയത്തിൽ കാണാം, മക്കളെ, ദുനിയാവില് നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചെറിയ മനുഷ്യനെ പോലെ, ഈ ഹൈറ്റ് കുറഞ്ഞ ഈ മനുഷ്യനെ പോലെ അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും
അവഗാഹം നേടുന്ന ഒരു പണ്ഡിതനാകാൻ നിങ്ങൾ ആഗ്രഹിച്ചോ എന്നൊരു ഖലീഫ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന വസിയത്താണ്. നമ്മുടെ നാട്ടിലെ ഖലീഫമാർ രാജാക്കന്മാരൊക്കെ എന്താ വസിയത്ത് കൊടുക്കുക? മോനെ പഠിച്ചിട്ട് ഇന്റെ മൈലാകാൻ നോക്കിക്കൊന്നാണ് അല്ലെ? ഒരു രാജാവ്, ഒരു ഖലീഫ തന്റെ മക്കൾക്ക് നൽകുന്ന വസിയത്താണെന്ത്? നിങ്ങൾ പഠിച്ച് അല്ലെ ഇദ്ദേഹത്തെ പോലൊരു വലിയ പണ്ഡിതനാകാൻ നിങ്ങൾ ആഗ്രഹിച്ചോളിയും. സഹോദരങ്ങൾ, ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ഖലീഫയായിട്ട് പോലും അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പോലും ആ ചെറിയ മനുഷ്യന്റെ മുന്നിലിരുന്ന് ദീന് പഠിക്കാൻ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ കാണിച്ച താല്പര്യമുണ്ടല്ലോ, ആ ഖലീഫയേക്കാൾ വലിയ തിരക്കാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ. ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് അത് പഠിക്കാൻ നമുക്കാർക്കും സമയമല്ല. അധികം ആളുകൾക്കും ദീന് പഠിക്കാൻ കിട്ടുന്ന ആകെയുള്ള അവസരം ഏതറിയോ? പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ചയിലെ ഖുതുബ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്ര ആളുകളുടെ ഭാര്യമാര് ഇന്ന് ഈ പള്ളിയിൽ ഖുതുബക്കുണ്ട്, ജുമുഅക്കുണ്ട്? നമ്മുടെ പെൺമക്കൾ എത്ര ഖുതുബകൾ അവർ കേട്ടിട്ടുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് വരാനുള്ള തടസ്സം എന്താ? ഇവിടെ വേണ്ട ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇന്നത്തെ ഖുതുബ എന്റെ ഭാര്യ കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കൊന്നും ദീന് വേണ്ടേ? നമ്മൾ മാത്രം പോയാൽ മതി സ്വർഗത്തേക്ക്? പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോകുന്നു, ഖുതുബക്ക് പോകുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും ഇതൊന്നും വേണ്ടേ? പള്ളി സ്ത്രീകൾക്ക് സുന്നത്താണ്, ശരിയാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് നിങ്ങളെ ഭാര്യമാര് പോകാൻ അനുവാദം ചോദിച്ചാല് അവിടെ തടയരുത് എന്ന പ്രവാല്ലേ പഠിപ്പിക്കുന്നത്. അവിടെ തടയാൻ പാടില്ല, അവർക്ക് അനുവദനീയാണ് പള്ളി, ഹറാമൊന്നുമല്ല. നമുക്ക് ആ വിഷയമാണെങ്കിൽ വേറെ സംസാരിക്കാം. പ്രിയമുള്ളവരെ, അവർക്ക് ദീന് കിട്ടണം. സ്വഹാബ സ്ത്രീകളെ പോലെ ആണോ നമ്മുടെ ഭാര്യമാര്? അത്ര ഈമാനും അത്ര ഈമാനും തഖ്വയൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അവർക്കൊന്നും ഇത് വേണ്ട, ദീനൊന്നും. നമ്മുടെ മദ്രസന്റെ അവസ്ഥ ഉണ്ട്, മദ്രസകളിൽ മക്കളെ ചേർക്കാൻ പോലും പലരും തയ്യാറാകണില്ല. കാരണം പറയണെന്താ നിങ്ങൾ? കാരണം മദ്രസ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നതുകൊണ്ടാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നു പേടിച്ചിട്ട് മദ്രസകൾക്ക് പ്രാധാന്യമില്ല. ഇപ്പൊ വിദ്യാർത്ഥി സമൂഹത്തിന്റെ സംസ്കരണവും നവോത്ഥാനവും സാധ്യമാക്കാൻ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഉണ്ടാക്കിയ നല്ലൊരു സംരംഭമാണ് ഇത്. CRE ക്ലാസ്. ഇപ്പൊ ഞായറാഴ്ചകളിൽ ഈ മഹല്ലില് CRE ക്ലാസ് നടക്കുന്നുണ്ട്. മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള അവസരമാണ്. നമ്മുടെ എത്ര ആളുകളുടെ മക്കള് പ്രിയമുള്ളവർ ആ ഒരു സംരംഭത്തിലുണ്ട്, ആ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ദീനൊന്നും വേണ്ടേ? ഞാനിത് കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ കുറഞ്ഞ കുട്ടികളാണ് CRE കാണുന്നത്. ഇവിടെ എത്ര വിദ്യാർത്ഥികളുണ്ട് മദ്രസ കഴിഞ്ഞ്. അവർക്ക് ഈ ഒരു ദീന് പഠിക്കാനുള്ള അവസരത്തിലേക്ക് വരാനുള്ള തടസ്സം എന്താണ്? നമ്മൾ എത്രത്തോളം പ്രാധാന്യം ആ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹി നമസ്കാര ശേഷം QHLSന്റെ ക്ലാസ് ഉണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് വേറെ നടക്കുന്നുണ്ട്. നമ്മുടെ എത്ര ഭാര്യമാർ, നമ്മുടെ എത്ര പെൺമക്കള് ആ ഒരു ക്ലാസ്സിലുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ പഠിക്കാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ദുനിയാവിൽ പ്രിയമുള്ളവർ ഏത് കാലത്ത് നമ്മൾ പഠിക്കാം? ഇത്രയും അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് ഇനി എന്നും നമ്മൾ പഠിക്കും? നമ്മൾ വീട്ടിലിരുന്ന് സ്വന്തം പഠിക്കൂ എങ്കിലൊക്കെ, വീട്ടിലിരുന്ന് ഖുർആനും ഹദീസും സ്വന്തമായി പഠിക്കാനുള്ള കഴിവും അത് പഠിക്കുന്നുണ്ടെങ്കിലൊക്കെ, ഇതൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ നമുക്കിതൊന്നും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ദീന് പഠിക്കണം. ത്വലബൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിന്റെ മേലെന്നാണ്, ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് ഇൽമ നേടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചതെന്ത്? ഖുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്.
നബിയെ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കുക. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുന്നുള്ളൂ എന്നാണ്. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തമ്മിൽ സമാകുന്നതാണ്. ഏതാ ഇൽമ് പ്രിയമുള്ളവരെ? അല്ലെ, ദുനിയാവ് മാറ്റിയേക്കും അല്ലെ ഇൽമ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാണ്. അത് അറിയണോലും അറിയാത്തോലും തമ്മിൽ, അല്ല അറിയുന്നവരും അറിയാത്തവരും തമ്മിൽ സമാകുമെന്നാണ് ഖുർആനിന്റെ ചോദ്യം. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. വിജ്ഞാനം അല്ലെ ഇൽമ് നേടിയ ആളുകൾക്ക് ധാരാളം ഖൈറ് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, ഇൽമ് നേടിയ ആളുകളെ അല്ലാഹു തആല പല ദറജകളായിട്ട് അല്ലാഹു ഉയർത്തി കൊണ്ടുവരും. എത്രത്തോളം? സഹ്ഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവർക്ക് സ്വർഗത്തിലേക്കുള്ള റൂട്ട് അല്ലാഹു തആല എളുപ്പാക്കി കൊടുക്കുന്നു. നമ്മൾ ഖുർആനും പ്രവാചകന്റെ ഹദീസും പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു നമുക്ക് വളരെ സിമ്പിളാക്കി തരുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നൽ ആലിമ യുസ്തഗ്ഫറ ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വകുല്ല ശൈഇൻ ഹത്താ അൽ ഹൈതാനി ഫി ജൗഫിൽ മാഇ. ഇൽമ് നേടിയവന് വേണ്ടി, അറിവ് നേടുന്ന ഒരാൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ പണ്ഡിതന് വേണ്ടി ഭൂമിയിലുള്ളതൊക്കെ, ഭൂമിയിൽ ആകാശ ഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ചെയ്യും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ആകാശ ഭൂമികളിലുള്ള സകലതും അവന്റെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്രത്തോളം പ്രവാചകൻ ഉദാഹരണം പറയാണ്, ഹത്താ അൽ ഹൈതാനി ഫീ ജൗഫിൽ മാ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ വരെ, മീനുകൾ വരെ അവന്റെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക്? ഖുർആനും ഹദീസും പഠിക്കുന്ന, മതത്തിന്റെ വിഷയത്തിൽ മതകാര്യങ്ങളിൽ വിജ്ഞാനം നേടുന്ന ഒരു പണ്ഡിതന് വേണ്ടി. മറ്റൊരു ഹദീസിലുണ്ട്, മാളത്തിൽ കിടക്കുന്ന ഉറുമ്പുകൾ വരെ, മാളത്തിലുള്ള കറുത്ത പാറക്കുള്ളിലെ ആ മാളത്തിൽ കിടക്കുന്ന ആ ഉറുമ്പുകൾ വരെ അവന്റെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാത്രി കടന്നുറങ്ങിക്കാരം, നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോ നമുക്ക് വേണ്ടി ആകാശ ഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ QHLSന്റെ ക്ലാസ്സിലിരിക്കുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആകാശ ഭൂമികളിലുള്ള പക്ഷികളും മൃഗങ്ങളും വെള്ളത്തിലെ മത്സ്യങ്ങളും ഉറുമ്പുകളൊക്കെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. അതാണ് പറഞ്ഞത്. എത്ര മഹത്തരമാണ് പ്രിയപ്പെട്ടവർ അള്ളാന്റെ ദീനു പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നോ അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം മജ്‌ലിസുകളിൽ ആത്മാർത്ഥമായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ക്ലാസ് മനസ്സിലാകണില്ലെങ്കിൽ എന്താ? ചില ആളുകൾ ക്ലാസ് മനസ്സിലാവണില്ല. അള്ളാന്റെ ദീനി മജ്‌ലിസ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്റെ ഖുതുബ മനസ്സിലാകണവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്. പല നാട്ടിലുള്ള ആളുകളാണ്. ഞാൻ മലയാളത്തിലാണ് പറയണത്. മലയാളം മനസ്സിലാക്കാത്ത ആളുകൾ സദസ്സിലുണ്ട്. അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിലെ വീട്ടിൽ നിന്ന് ഈ ഒരു നിയ്യത്തോടു കൂടി പുറപ്പെട്ട ആ സമയം മുതൽ തിരിച്ച് നമ്മൾ അവിടേക്ക് എത്തുന്നത് വരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. ഒരു മലക്ക് പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹ് പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. ഒരു മലക്ക് പ്രാർത്ഥിച്ചാൽ പോലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലക്കുകളാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ഇസ്തിഗ്ഫാറിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോ ദീനിന്റെ ഒരു മജ്‌ലിസും നമ്മൾ ഒഴിവാക്കൂല. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ അൽ ജുആനി റളിയല്ലാഹു അൻഹു സ്വന്തം ജോലി പോലും ഒഴിവാക്കിയിട്ട് ദീനു പഠിച്ച സ്വഹാബിയാണ്. ജോലി ഒഴിവാക്കിയിട്ട് ദീനു പഠിക്കുക. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ
വല്ലാതെ ആഗ്രഹിച്ച സ്വഹാബിയാണ്. അന്ന് മുസ്ലിം ആയിട്ടില്ല, നബിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ആദ്യമായി മദീനയിലേക്ക് വരുന്ന പ്രവാചകൻ. നല്ലവരായ മദീന നിവാസികള് റോഡരികിൽ സന്തോഷഭരിതരായി പ്രവാചകനെ സ്വീകരിക്കുന്ന രംഗുണ്ട്. ആ ആഹ്ലാദവും ആ ആവേശവും വിദൂരമായ മലയുടെ മുകളിൽ ആടുകളെ മേക്കാൻ പോയ ഈ ഉഖബത്തിന്റെ കാതിലെത്തി. പ്രവാചകൻ മദീനയിലേക്ക് വരുന്നുണ്ട്. ആ രംഗം അദ്ദേഹം വിവരിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോ ഞാൻ എൻ്റെ ആടുകളെ മേക്കാൻ വേണ്ടി അവിടെയുള്ള വലിയ പർവ്വതത്തിന്റെ മുകളിലാണ് ഞാനുള്ളത്. പ്രവാചകൻ വന്നതറിഞ്ഞപ്പോ എനിക്ക് പിന്നീട് ഒരു നിമിഷം നിൽക്കാൻ തോന്നിയില്ല. എൻ്റെ ആടുകളെ വിട്ടുകാണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ബൈഅത്ത് ചെയ്തു. അദ്ദേഹം പറയാണ്, അന്ന് രാത്രി നബിയോടൊപ്പം താമസിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ആടിന്റെ അടുത്തേക്ക് പിന്നെ മലമുകളിലേക്ക് ഞാൻ തിരിച്ചു പോയത്. അദ്ദേഹത്തിന്റെ കൂടെ ആ മലമുകളിൽ ആടുകളെ മേക്കാൻ 12 ആൾക്കാർ വേറെയുണ്ട്. ചരിത്രത്തിൽ കാണാം, 12 ആളുകൾ വേറെയുണ്ട്. ഉഖബത്ത് ഇബ്നു ആമിർ പ്രവാചകന്റെ അടുത്തുനിന്ന് തിരിച്ചു വന്നിട്ട് അവിടെ ചർച്ച ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഇനി ഓരോരുത്തർക്ക് പോകാം പ്രവാചകന്റെ അരികിലേക്ക് ചെന്നിട്ട് അവിടെ പോയിട്ട് ദീന് പഠിക്കണം. തിരിച്ചു വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഈ മലമുകളിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തർ പോകും. ആ പോണ ആടുകളെ അവിടെയുള്ള ബാക്കി 11 ആളുകൾ നോക്കും. അതാണ് തീരുമാനം. കുറെ ദിവസം അങ്ങനെ പോയി. പിന്നീട് ഈ സ്വഹാബിക്ക് തോന്നണത്, എന്റെ ആടുകളെ എനിക്ക് ജീവനാണ് ശരി, എനിക്ക് വേറൊരാളെ ഏൽപ്പിച്ചു പോകാനും പേടിയാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം പോകാതെ വേറെ ആളുകൾ പറഞ്ഞേക്കും. അപ്പൊ അത് അല്ലെ, കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് വിഷമായി. അദ്ദേഹം ചിന്തിക്കുകയാണല്ലേ, എൻ്റെ ഈ തുച്ഛമായ ലാഭത്തിനു വേണ്ടി, എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും തികയാത്ത ഈ ആടുകൾക്ക് വേണ്ടി പ്രവാചകന്റെ മുന്നിലിരുന്ന് ദീന് പഠിക്കാൻ കിട്ടുന്ന അവസരത്തെ ഞാൻ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? അദ്ദേഹം തന്റെ ആടുകളെ മുഴുവൻ അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്തു എന്നാണ്. കൊടുത്തിട്ട് പ്രവാചകന്റെ മുന്നിൽ പോയിരുന്നിട്ട്, പ്രിയമുള്ളവരെ, അദ്ദേഹം ദീനു പഠിക്കാൻ ധൈര്യം കാണിച്ചു സ്വഹാബി. ഈ ധീരമായ തീരുമാനമെടുക്കുമ്പോ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചു കാണൂല, ഞാനൊരു വലിയ പണ്ഡിതനാകുന്നു, ഒരു പ്രസിദ്ധനായ ഖുർആൻ ഓതുന്ന കാരിയാകുമെന്നും, ശത്രുക്കളെ വിറപ്പിക്കുന്ന ഒരു സൈന്യത്തിന്റെ നായകനാകുമെന്നും, ഇസ്ലാമിൽ അപൂർവമായി കിട്ടുന്ന ഗവർണർ എന്ന പദവിക്ക് ഞാൻ അർഹനാകുമെന്നും ഒരുപക്ഷെ ഉഖബത്ത് ഇബ്നു ആമിർ അന്ന് പ്രിയമുള്ളവരെ ചിന്തിച്ചു കാണൂല. അല്ലെ, ആടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ള സമ്പാദ്യം മൊത്തം കൊടുത്തിട്ട് പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് ദീന് പഠിക്കുക. അദ്ദേഹം പിന്നീട് ഒരു വലിയ പണ്ഡിതനായി, നല്ല ഖുർആൻകാരിയായി, ശത്രുക്കളെ വിറപ്പിക്കുന്ന സൈന്യത്തിന്റെ നേതാവായി, ഇസ്ലാമിൽ അപൂർവമായി കിട്ടുന്ന ഗവർണർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. ഏക സ്വത്തായ ആടുകളെ പ്രിയമുള്ളവർ ഒഴിവാക്കി അള്ളാന്റെ ദീന് പഠിക്കാൻ ഇറങ്ങിയപ്പോഴേ എന്തുണ്ടായിരുന്ന നിങ്ങൾ, വലിയ പട്ടണമായ ഡമസ്കസിനെ കീഴടക്കുന്ന സൈന്യത്തിന്റെ നായകനായി, ആ നാടിന്റെ ഭരണാധികാരിയായി, മദീന പട്ടണത്തിന്റെ നടുവിൽ വലിയ ഒരു വീടിന് അദ്ദേഹം ഉടമയായി എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അത് ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച ഒരു ആയത്തിന്റെ പ്രിയപ്പെട്ടു, നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണിത്. ഏതാ? യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല ദറജകളായി, പല സ്ഥാനങ്ങളിലായി അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ വിചാരിക്കാത്ത കോലത്തിൽ അള്ളാഹ് നമ്മളെ ഉയർത്തിത്തരും. വിശ്വസിക്കുക, വിജ്ഞാനം നേടുക, അറിവ് നേടുക, അല്ലെ, ഇൽമ, ദീനും ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാല് അള്ളാഹു നമ്മളെ പല സ്ഥാനങ്ങളിലായി അള്ളാഹു നമ്മളെ ഉയർത്തിത്തരുന്നതാണ്. ഇത് പരലോകത്തിന്റെ വിഷയം മാത്രമല്ല, ദുനിയാവിലും അള്ളാഹു അവരെ ഉയർത്തുന്നതാണ്. നമ്മുടെ ജോലിയിൽ നല്ല ബറക്കത്തുണ്ടാവും,
കിട്ടുന്ന ശമ്പളത്തില് പ്രിയമുള്ളവരെ ബറക്കത്തുണ്ടാവും. അല്ലാണ്ട് ദീന് പഠിക്കാൻ കൂടി നമ്മൾ അവസരം കണ്ടെത്തി. ഉഖ്ബത്ത് ഇബ്നു ആമിറിനെ പോലെ നമ്മൾ ജോലി നമ്മൾ ഒഴിവാക്കണ്ട. നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഫ്രീ സമയത്ത് നമ്മൾ അല്ലാണ്ട് ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറായ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സ്വഹാബത്തിന്റെയും താബിഈന്റെ ഒക്കെ ജീവിതത്തിൽ നിന്ന് കൃത്യമായ മാതൃക നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ദീനെ പഠിക്കുന്ന വിഷയത്തിലും കുടുംബത്തിൽ ആ ദീനെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ അധികവും ജനിച്ചു വളർന്നത് യതീമുകളായിട്ടാണ്. ഇപ്പൊ മഹാനായ ഇമാം ബുഖാരി, അദ്ദേഹം ജനിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുന്നുണ്ട്. അഥവാ ബാപ്പയില്ലാതെയാണ് ഇമാം ബുഖാരി വളരുന്നത്. മഹാനായ ഇമാം മുസ്ലിം, ഇമാം ഷാഫി, ഇമാം മാലിക്, അറിയപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരൊക്കെ ഇവരൊക്കെ ബാപ്പാര് ചെറുപ്പത്തിൽ മരണപ്പെട്ട ആൾക്കാരാണ്. അഥവാ ഉമ്മയുടെ മടിത്തട്ടിലാണ് അവർ ദീന് പഠിച്ചത് എന്നർത്ഥം. അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തതാരാ? അവരുടെ ഉമ്മമാരാണ്. മഹാനായ ഇമാം മാലിക് റഹ്മഹുള്ളയോട് ഒരിക്കല് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നുണ്ട്, മോനെ, നീ റബീഅയുടെ, അഥവാ അന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് അത്. റബീഅ അറിയപ്പെട്ട മുഹദ്ദിസാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് നീ ദീന് പഠിക്കണമെന്ന് ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. ദീന് പഠിക്കുക, അതോടൊപ്പം നീ അദബും പഠിക്കണമെന്നാണ്. എന്താ അദബ്? ദീന് പഠിക്കുന്നതിന്റെ മുമ്പ് ഒരാൾ പഠിക്കേണ്ട കാര്യമാണ് അദബ്. കുറെ ഇൽമുള്ള ഒരാള് അയാൾക്ക് ആളുകളോട് സംസാരിക്കുന്നതിനെ മര്യാദ അറിയില്ലെങ്കിൽ അയാളെ ഇൽമു കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് വലിയവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബാപ്പനോട് പെരുമാറണം, എങ്ങനെ ഉമ്മയോട് പെരുമാറണം, എങ്ങനെയാ സംസാരിക്കേണ്ടത്, ഇങ്ങനത്തെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട അദബുകള് ഇത് കൃത്യമായിട്ട് പഠിക്കാം. അതോടൊപ്പം നീ ഇൽമു നേടണമെന്നാണ് ആ ഉമ്മ ഇമാം മാലിക്കിന് ചെറിയ കുട്ടിയാകുമ്പോൾ കൊടുക്കുന്ന ഉപദേശം. ഇമാം അബൂ ഹനീഫന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ദീന് പഠിച്ചത് എങ്ങനെയെന്നുള്ളത്. അദ്ദേഹം ളുഹാ സമയം വരെ ഖുർആൻ ഓതുന്നതാണ്. സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ളുഹാ സമയം വരെ, പൂർവാഹന സമയം വരെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതും. നമ്മള് ദുഹാ സമയം വരെ ഒന്നും ഓതണ്ട. ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാനുള്ള സമയം പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അതിന്റെ അർത്ഥമൊന്ന് പഠിക്കാൻ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഇവിടെ UHLSന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. എത്ര കാലായി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കലാമ് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മളൊന്ന് തൊട്ടിട്ട്. ചില ആളുകളൊക്കെ കഴിഞ്ഞ റമദാനിൽ എടുത്തു നോക്കിക്കാനും ഖുർആൻ, പിന്നെ ജീവിതത്തിൽ അതിനുശേഷം പിന്നെ എടുത്തിട്ടുണ്ടാവില്ല. ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരായത്തിന്റെ അർത്ഥമെങ്കിലും ഒരു ദിവസം പഠിക്കാനുള്ള സമയം നമ്മൾ കാണണം. അല്ലെ, ഖുർആനിനെ അവഗണിക്കണ ചില ആൾക്കാരുണ്ട്. എന്നാ ഖുർആനെ അവഗണിക്കുക എന്നാൽ ഒരു ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവില്ല. ഒന്ന് അല്ലെ, ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അല്ലെ, ഖുർആനിനെ അവഗണിക്കല്ലേ, ഖുർആൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല. ഖുർആനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാതെ ഖുർആന് ഇല്ലാന്നും ഖുർആനിലെ കാര്യങ്ങളൊക്കെ നോണയാന്ന് പറയണ അല്ല ഖുർആൻ അവഗണിക്കുക പറഞ്ഞാല്. ഖുർആൻ അവഗണിക്കുക എന്ന് പറഞ്ഞാല് ഒരു ഖുർആൻ ഓതൂല, ഖുർആനിലെ അർത്ഥങ്ങൾ പഠിക്കൂല, അത് മനഃപ്പാടമാക്കാനുള്ള സമയം കണ്ടെത്തൂല, ഖുർആനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതാ ഖുർആനിനെ അവഗണിക്കുക എന്നാല്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ തൊടണം, നമ്മൾ ഓതണം.
അള്ളാന്റെ ദീന് പഠിക്കാൻ നമ്മൾ സമയം കാണുന്നത്. ഇമാം അബൂ ഹനീഫ ദുഹാ സമയം വരെ ഖുർആൻ ഓതുകയാണ്. പിന്നെ ദുഹാ സമയം മുതൽ ളുഹുർ വരെയുള്ള സമയം അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതാണ്. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ രോഗികളുണ്ടെങ്കിൽ രോഗികളെ കാണും, മരണപ്പെട്ട ആൾക്കാരെ അവിടെ പോയി സന്ദർശിക്കും, കുടുംബ ബന്ധങ്ങൾ പുലർത്തും, അയൽപക്ക ബന്ധം പുലർത്തും. അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതാണ്. ളുഹുർ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അസർ വരെയുള്ള സമയം അദ്ദേഹം കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കും, ഉറങ്ങും. അത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തൻ അല്ലെ, അതിന് പ്രത്യേക കൂലുണ്ട് ആ ഉറക്കത്തിന്. അപ്പോ റെസ്റ്റ് എടുക്കും. അസറ മുതൽ ഇശാ വരെയുള്ള സമയം അദ്ദേഹം ജനങ്ങളെ ദീന് പഠിപ്പിക്കുന്നതാണ്. ഇശാഹിന്റെ ശേഷം രാത്രിയുടെ 2/3 ഭാഗം കിടന്നുറങ്ങും. ഒരു ഭാഗം പ്രാർത്ഥനയിലും തഹജ്ജുദിലും നിസ്കാരത്തിലൊക്കെ ആയിട്ട് അദ്ദേഹം കഴിച്ചു കൂട്ടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൃത്യമായ ടൈം ടേബിളാണിത്. നിങ്ങൾക്ക് ഉസൂലുൽ ഹദീസിൽ കിതാബ് വേണം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്, ഇൽമുർ റിജാല്. ഇങ്ങനെ ഏത് വിഷയത്തിലെടുക്കുകയാണെങ്കിലും അല്ലെ ഇവരൊക്കെ കിതാബുകൾ നമുക്ക് കാണാം. അല്ലേ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 45 വയസ്സിനിടയിലാണ് അദ്ദേഹം ഇത്രയും കിതാബുകൾ അദ്ദേഹം എഴുതിണ്ടാക്കി. 45 വയസ്സിന്റെ ഇടയിൽ. ഇമാം ബുഖാരി 40 വർഷം യാത്ര ചെയ്തിട്ടാണ്, ആലോചിക്കണം നമ്മള്, 40 വർഷം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരി അത് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചത് 30 കൊല്ലം കൊണ്ടാണ്. 30 കൊല്ലം കൊണ്ട് അതിലൊരു വാള്യം ഉണ്ട്, ഒറ്റ വാള്യം. അതുണ്ടാക്കിയത് 16 കൊല്ലത്തെ പ്രയത്നമാണ്. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് തന്നൊരു കിതാബ് എടുത്തു മറിച്ചു നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. അവിടൊക്കെ അല്ലെ നമ്മിലേക്ക് ഇൽമു പകർന്നെന്ന് അത്രയും ത്യാഗം സഹിച്ചിട്ടാണ്. അമാനി മൗലവിന്റെ തഫ്സീർ നമുക്കറിയാം. അദ്ദേഹം ആ തഫ്സീർ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് എഴുതിയത്. അന്ന് വിളക്കില്ല, അന്ന് കരണ്ടില്ല, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം അമാനി മൗലവി തഫ്സീർ എഴുതുന്നത്. ആ തഫ്സീർ പോലും പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ദുനിയാവിൽ പിന്നെ എപ്പോഴാ സഹോദരങ്ങളെ നമുക്കൊക്കെ സമയം ഉണ്ടാവും? അതുകൊണ്ട് ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക, ഖുർആനും ഹദീസും പഠിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. അതിനെവിടെയൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനയ്ക്ക് വസിയത്തുണ്ട്. നമ്മുടെ ആർത്തി നഗറിലെ ബഷീർക്ക, അദ്ദേഹത്തിന്റെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എന്ന അസുഖം മാറിയിട്ട് ഡിസ്ചാർജ് ആക്കിയതല്ല, ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം ആർട്ടി നഗറിലെ ബഷീറാക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഈ ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടർ ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അറിയാത്തവർ ചുരുക്കമായിരിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ആ ഉമ്മയുടെ രോഗം പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് നാടുകളുണ്ട്. ഫലസ്തീന് പോലെ തന്നെ ഇപ്പോൾ സുഡാനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.